വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെന്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ ജൂവലറി പീസസ് ആണ്. ഇത് റാൻഡം ആയിട്ടുള്ള ഒരു ജൂവലറി വീഡിയോ ഹോളോ റിവ്യൂവോ അതൊന്നുമല്ല. ഇതിൽ കാണിക്കുന്ന എല്ലാ ജൂവലറിയും തന്നെ ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റീസ് വെയർ ചെയ്തിട്ടുള്ള ജൂവലറി പീസസ് ആണ്. ബീറ്റ് ബോളിവുഡിലെ സ്റ്റാർസ് ആയിക്കോട്ടെ, കരീന കപൂറോ ആലിയ ഭട്ടോ, പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നസ്രിയ നാസിം, ഇവരെല്ലാവരും കോമൺ ആയിട്ട് വെയർ ചെയ്ത് ഞാൻ കണ്ടേക്കുന്ന ജൂവലറിന്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ എല്ലാ ജൂവലറീസും മെജോറിറ്റി ഓഫ് ദി ജൂവലറീസ് എല്ലാം തന്നെ ഞാൻ വാങ്ങിയേക്കുന്നത് ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പ്രൈസസ് വളരെ ചീപ്പാണ്. അത് പോരാതെ കുറച്ച് ജൂവലറീസ് ഇങ്ങനെയുണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ജൂവലറീസ് ഉണ്ട്. അതും ഞാൻ വേറെ സൈറ്റ്സിൽ നിന്നൊക്കെ മേടിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ ബാക്കിയുള്ള ആമസോണിൽ നിന്നും മീഷോയിൽ നിന്നും വാങ്ങിയ ജൂവലറിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നോക്കുക. അപ്പോൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള വേർഷൻ്റെ അഫോർഡബിൾ വൺസ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ കുറച്ച് സിറ്റ് ബാക്ക് ചെയ്ത് റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടുനോക്കാം. ഞാൻ എൻ്റെ മിക്ക ജൂവലറി സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒന്നെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മെഷ് പൗച്ചിലാണ്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇത് 3 സൈസസിലാണ്. ഒരെണ്ണം ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് വലിയ സൈസാണ്. പിന്നെ ഒരെണ്ണം ഇത്, പിന്നെ ഒരെണ്ണം ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. ട്രാവലിംഗ് പർപ്പസിനൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ബോക്സ് കുറച്ച് അധികം സ്പേസ് കൺസ്യൂം ചെയ്യും. പക്ഷെ മറിച്ച് ഇങ്ങനത്തെ പൗച്ച് ആണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു സ്പേസിൽ തന്നെ നമുക്ക് ഇത് ഫില്ല് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കുറേ സാധനം ഇതിൽ കൊള്ളു കേട്ടോ. ഇങ്ങനത്തെ 2 ബോക്സിലാണ് ഞാൻ, പൗച്ചിലും ബോക്സിലും ആയിട്ടാണ് ഞാൻ എൻ്റെ ജൂവലറി മുഴുവൻ സ്റ്റോർ ചെയ്യുന്നത്. നമുക്കിതിൽ 2 ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം. അപ്പൊ ആദ്യം നമുക്ക് ഈ പൗച്ചിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഇതിൽ ഞാൻ പൊതുവെ കുറെ കമ്മലും പിന്നെ എല്ലാം കോമൺ ആയിട്ടാണ് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത്. ആദ്യം ഉള്ളത് കുറച്ച് ഹൂപ്സ് ആണ്. ഹൂപ്പ് ഇയറിംഗ് ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് ഞാൻ ബോളിവുഡ് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടിട്ടുള്ള ഹൂപ്പ് ഇയറിംഗ്സ് ആണ്. ഇപ്പൊ ആലിയ ഭട്ട് ആയിക്കോട്ടെ, കിയാറ അദ്വാനി ആയിക്കോട്ടെ, ബിഗ് ഹൂപ്സും സ്മോൾ ഹൂപ്സും എല്ലാം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത്. അതിലും ഗോൾഡൻ കളറിന്റെ ഹൂപ്സ് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഗോൾഡൻ കളറിലെ ഹൂപ്സ് ഇത് ഞാൻ അഡ്വർടൈസ്മെന്റിലും എല്ലാം ഞാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഇയറിംഗ്സ് ആണ്. ഇത് 3 എണ്ണം ഉണ്ട്. 3ഉം ഏകദേശം സിമിലർ ആണ്. ഒരെണ്ണം റൗണ്ട് ഷേപ്പിലും പിന്നെ ഒരെണ്ണം സ്ക്വയറിലും പിന്നെ വീണ്ടും ഒരെണ്ണം റൗണ്ട് ഷേപ്പിലും ആണ്. ഇത് 3ഉം വന്നിട്ട് ഒരേ ബയറിന്റെ അടുത്ത് തന്നെ ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇത് പ്ലാസ്റ്റിക് ബേസ് അല്ല, ഇത് മെറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഹൂപ്സ് ആണ്. ആൻഡ് ഇത് 14 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രൈസ് അറൗണ്ട് 300 299 300 ആ റേഞ്ച് ഉണ്ട്. പക്ഷെ എന്നാലും 14 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കളറൊന്നും പോവില്ല. ഇതിന്റെ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്തോളും. ഇടുമ്പോഴും അത്യാവശ്യം ഒരു നല്ലൊരു റിച്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തരും. ഭയങ്കര പ്ലാസ്റ്റിക് ചീപ്പായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് ഇത് 3 ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. ഇതിന്റെ ഫോട്ടോസും എല്ലാം ഞാൻ സ്ക്രീനിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് പിന്നെ ഒരു ഇയറിംഗ് ആണ്. ഇതും ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്ന് തന്നെയാണ്. ഇതും സെയിം സെല്ലറാണ്. ഇത് റോസ് ഗോൾഡിലാണ്. മറ്റേ 3 ഹൂപ്സ് ഗോൾഡ് ആയിരുന്നു, പക്ഷെ ഇത് റോസ് ഗോൾഡിലാണ്. ഇത് നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഒക്കെയാണ് അതിൻ്റെ കൂടെ. ഇത് നന്നായിട്ട് ചേരും. പിന്നെ ഈ ഗോൾഡും റോസ് ഗോൾഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ ഔട്ട്ഫിറ്റിന്റെ കൂടെയും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇയറിംഗ്സും ആക്സസറീസ് ഒക്കെയാണ് ഗോൾഡും റോസ് ഗോൾഡും. പിന്നെ ഇന്ത്യൻ സ്കിൻ ടോണിനെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കളർ തന്നെയാണ് ഇത്. അപ്പോൾ ഇതായിരുന്നു 4 കമ്മല്. പിന്നെ അത് പോരാതെ വലിയ ഹൂപ്സും ഉണ്ട്. വലിയ ഹൂപ്സും ഞാൻ വളരെ കോമൺ ആയിട്ട് സെലിബ്രിറ്റീസ് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഗോൾഡിലും പിന്നെ 2 എണ്ണം എനിക്ക് തോന്നുന്നു ഓക്സിഡൈസ് വന്നിട്ട് 3 എണ്ണം ഉണ്ട്. 2 കളേഴ്സിൽ. ഒരെണ്ണം ഗോൾഡൻ ആണ്. ഗോൾഡനും സെലിബ്രിറ്റീസ് വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇമേജസ് ഞാൻ അറ്റാച്ച് ചെയ്യാം. പിന്നെ അടുത്തത് ഇങ്ങനത്തെ ഹൂപ്സ് ആണ്. ഇത് സിൽവർ അല്ല, സിൽവറിനേക്കാളും കുറച്ചുകൂടി സിൽവർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സിൽവർ ഇത്രയും കട്ടി പാടില്ല, നല്ല തിന്നായിട്ടുള്ള ഹൂപ്സ് ആയിരിക്കണം. അഥവാ സിൽവർ അല്ല ഈ കളർ ആണെങ്കിൽ ഈ ഒരു നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ നല്ല ഭംഗിയായിരിക്കും. ഇത് വന്നിട്ട് 2 സൈസിൽ, ഒരെണ്ണം ചെറുതും പിന്നെ ഒരെണ്ണം വലുതുമാണ്. ഇത് 2 സൈസിലാണ്. ഇത് ഞാൻ വാങ്ങിയത് മീഷോന്നാണ്. മീഷോന്നായതുകൊണ്ട് തന്നെ ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്കിത് കിട്ടിയത്. ആൻഡ് ഇതിന്റെ ക്വാളിറ്റി ഭയങ്കര നല്ലതായിരുന്നു. അടുത്തത് കുറെ ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതാണ്. ഇത് കാർട്ടിയറിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ്. ഇത് കാർട്ടിയറിന്റെ നെയിൽ ബ്രേസ്ലെറ്റ് ആണ്. ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്. ആൻഡ് നമുക്ക് ഇങ്ങനെ കയ്യിലിട്ടിട്ട്
ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്ക് ആവും. ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് ബ്രേസ്ലെറ്റ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഞാൻ ഇത് മേടിച്ചേക്കുന്നത് മീഷോന്നാണ്. മീഷോയിൽ എനിക്ക് തോന്നുന്നത് അറൗണ്ട് 150 200 rupees അത്ര റേറ്റിനാണ് ഞാൻ ഇത് മേടിച്ചപ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും നല്ല ക്വാളിറ്റി കിട്ടുമെന്ന്. പക്ഷേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വിത്ത് ദ പർച്ചേസ്. കളർ പോകുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ബട്ട് ഇതുവരെ കളറൊന്നും പോയിട്ടില്ല. ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇത് ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് ദീപിക പാഡുക്കോ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ അനുഷ്ക ശർമ്മ, മിക്ക സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കാർട്ടിയർ. അപ്പൊ അതിന്റെ ഒരു കോപ്പി എന്ന് തന്നെ പറയാം, ഫസ്റ്റ് കോപ്പി, ബട്ട് ഗോൾഡ് അല്ല. ഇതിന്റെ തന്നെ സെയിം എന്റെ ഗോൾഡ് ജ്വല്ലറി കളക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇതുപോലത്തെ തന്നെ ഇത് നെയിലാണ്. വേറൊരു ലവ് ബ്രേസ്ലെറ്റോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ബ്രേസ്ലെറ്റ് കൂടി ഉണ്ട്. അത് ഞാൻ ഗോൾഡിൽ മേടിച്ചിട്ടുണ്ട്. അത് 18 ക്യാരറ്റ് ആണ്. പക്ഷെ ഇത് നോർമൽ മെറ്റലാണ്, ഭയങ്കര ചീപ്പായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് മീഷോന്നാണ് ഞാൻ മേടിച്ചത്. അടുത്തത് ഇതാണ്. ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് ഞാൻ വാങ്ങിയത് മീഷോന്ന് തന്നെയാണ്. ഇത് ഞാൻ കണ്ടേക്കുന്നത് നസ്രിയ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ വേറെ ഇത് കണ്ടിട്ടുണ്ട് ഞാനിത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടോറ ബോക്സ് അങ്ങനെ പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ്. അതിന്റെ ഒരു കോപ്പിയാണിത്. അപ്പൊ ചാംസ് അതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ചാംസ് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഏതൊക്കെ ചാംസ് ആണോ നമുക്ക് വേണ്ടത് അതിന്റെ ബേസിസിൽ ചാംസ് ഇങ്ങനത്തെ ഈ സാധനം നമ്മൾ മേടിച്ച് ആഡ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ ഇതിൽ ഇങ്ങനെ തന്നെയാണ്. ഇതിന്റെ പല പല കളേഴ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ വൈറ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിങ്ക്, ഇതിന്റെ പിങ്ക് ആണ് ഞാനിപ്പോ സൈറ്റിൽ കണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആഡ് ചെയ്യാം. ഇതും അത്യാവശ്യം നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നിയത്. നല്ല സിൽവർ കളറിന്റെ വാച്ച് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ പെയർ ചെയ്യാൻ അങ്ങനെ ഞാൻ കണ്ടത് സെലിബ്രിറ്റീസ് യൂസ് ചെയ്ത്. അപ്പൊ അങ്ങനെ പെയർ ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടുത്ത് വന്നിട്ട് ഷെല്ലിന്റെ ജ്വല്ലറി ആണ് കേട്ടോ. ഇത് ഷെല്ലിന്റെ ആക്സസറി നമ്മൾ യൂഷ്വലി ഹൽദി, മെഹന്തി അങ്ങനെ ഉണ്ടാവുമോ. യൂഷ്വലി ഫോർ ഹൽദി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോറൽ ആയിട്ടുള്ള ആക്സസറീസ് ആണല്ലേ. പക്ഷെ ഈ അടുത്ത് ഒരു സെലിബ്രിറ്റി സ്റ്റൈൽ ചെയ്ത് കണ്ടതാണ് ഫോർ ഹെർ ഹൽദി. പുള്ളിക്കാരി ഇങ്ങനത്തെ ഷെല്ലിന്റെ ആക്സസറി ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടും ഭയങ്കര യുണീക്ക് ആയിട്ടും തോന്നി. അപ്പൊ ഷെല്ലിന്റെ ആക്സസറി നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഇതിന്റെ കൂടെ ഇപ്പൊ എന്തെങ്കിലും ഫംഗ്ഷനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ബീച്ച് വൈബ്സോ, ചുമ്മാ ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോൾ ഔട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ് ഷെല്ലിന്റെ. അപ്പൊ ഇതും ഒരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ജ്വല്ലറി ആണ്. നെക്സ്റ്റ് വൺ ഭയങ്കര ഇന്നായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ ജീവന്നാണ് മേടിച്ചത്. ഇത് ഞാൻ വാങ്ങിയത് ഇതിൽ നിന്നല്ല, ആമസോണിൽ നിന്നും മീഷോന്നും ഒന്നും അല്ല. ഇത് ഞാൻ വാങ്ങിയത് ജീവ എന്ന് പറഞ്ഞിട്ട് ഒരു സിൽവറിന്റെ സ്റ്റോറിൽ നിന്നാണ്. ഇത് ഞാൻ വാങ്ങിയ പ്രൈസ് അത്യാവശ്യം കൂടുതലായിരുന്നു. പ്യോർ സിൽവർ 95.2 എന്തോ അല്ലേ സിൽവറിന്റെ, ഐ ഡോണ്ട് നോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഇതിൽ വരുന്നതാണിത്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല സിർക്കോൺ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹാൻഡ് ബ്രേസ്ലെറ്റ് ആണ്. ഇതിങ്ങനെ ഇടുമ്പോഴേക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് വാച്ചിന്റെ കൂടെ, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടാനാണെങ്കിലും നല്ല ഭംഗിയാണ്. ഇത് ഞാൻ കണ്ടേക്കുന്നത് നമ്മൾ ബോളിവുഡിൽ കരീന കപൂർ വെയർ ചെയ്തിട്ടാണ്. പുള്ളിക്കാരി ഇതിന്റെ കൂടെ എനിക്ക് തോന്നുന്നത് ഇതിന്റെ ശരിക്കും അവർ വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാർട്ടിയറിന്റെ ആണ്. കാർട്ടിയറിന്റെ ടെന്നീസ് ബ്രേസ്ലെറ്റ് ആണ്. അത് വന്നിട്ട് പ്യോർ ഡയമണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ലൈക്ക് ലക്ഷങ്ങളാണ്. പക്ഷെ അതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള സിർക്കൺ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് ഇത്. ഇത് സിൽവർ ആയതുകൊണ്ട് തന്നെ ഇതുവരെ കളറൊന്നും പോയിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ളത് ആമസോണിൽ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഞാൻ ഇതാ ചൂസ് ചെയ്തത് ബിക്കോസ് എനിക്ക് ഈ മോഡൽ കുറെ നാളായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നോർമൽ ടെന്നീസ് ബ്രേസ്ലെറ്റ് ഈ ഒരു സൈസിൽ സ്റ്റോൺ വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് 2-2.5 ലക്ഷമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് ഇത് മേടിച്ചത്. ആൻഡ് അപ്പൊ എനിക്ക് തോന്നി ഇത് കുറച്ച് നാളെങ്കിലും ലാസ്റ്റ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ സിൽവർ മേടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നോർമൽ സ്റ്റോൺസിൽ ഉള്ളതും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 500 ആ ഒരു റേഞ്ചിൽ. അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു പുതിയൊരു കാറ്റഗറിയാണ് പേള്. നമ്മുടെ നാട്ടിൽ ആക്ച്വലി പേള് കൂടുതലും പിള്ളേർക്കൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുക്കാല്ലേ, അല്ലാതെ വലിയ ആൾക്കാരൊക്കെ പേള് യൂസ് ചെയ്ത് ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ പേള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളിവുഡിലെ സെലിബ്രിറ്റീസും പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റീസ് ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് പീസാണ് പേളിന്റെ ആക്സസ്. പക്ഷെ അവർ യൂസ് ചെയ്യുന്ന പേള് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. ലൈക്ക് ഫ്രഷ്
വാട്ടർ അല്ലെങ്കിൽ സീ പേൾസ് ഒക്കെ ആയിരിക്കും. അങ്ങനെ ഒരു ആക്സസറിയാണ് ഇത് വന്നിട്ട് ഞാൻ വാങ്ങിയത് മീഷോയിൽ നിന്നാണോ ആമസോണിൽ നിന്നാണോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇത് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ഇതിന്റെ ക്വാളിറ്റി ഭയങ്കര നല്ലതാണ്. ഇത് അത്ര ഇറക്കില്ല, നമ്മുടെ കഴുത്തിൽ ഇങ്ങനെ പറ്റി നിൽക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു പേൾ ഒരു ആക്സസറി നമുക്ക് ഇപ്പൊ നല്ലൊരു കോളർ നെക്കുള്ള വിന്റർ ആയിട്ടുള്ള ഒരു ഡ്രസ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ സാരീസിന്റെ കൂടെ, ട്രഡീഷണലും വെസ്റ്റേണും രണ്ടിന്റെ കൂടെ ഒരുപോലെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്സസറി ആണ് പേൾ. അപ്പൊ ഇതും ഒരു സെലിബ്രിറ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ജ്വല്ലറി ആണ്. ഇത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് വന്നിട്ട് പേളിന്റെ തന്നെ ഇൻസ്പയർ ആയിട്ടുള്ളതാണ് ഈ ടൈപ്പ് കമ്മൽ. എനിക്ക് തോന്നുന്നു ഇത് ഏതോ ഒരു ബ്രാൻഡിന്റെ ആണെന്ന് തോന്നുന്നു. കുറെ ആൾക്കാർ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കമ്മലാണ്. നമ്മുടെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഐദർ നമുക്ക് ഇത് ഈ വലിയ പാർട്ട് മേളിൽ വെച്ചിട്ട് ചെറുത് താഴെ വെക്കാം. പക്ഷെ യൂഷ്വലി ഞാൻ കണ്ടേക്കുന്നത് ഈ ചെറിയ പാർട്ട് മേളിൽ വെച്ചിട്ട് ഈ വലിയ ബോള് താഴെ വെക്കുന്ന പോലെ. അപ്പൊ നമുക്ക് ഈ താഴത്തെ മേളത്തെ ഒരുപോലെ കാണാൻ പറ്റും. ഞാൻ ഇമേജ് അറ്റാച്ച് ചെയ്തേക്കാം. ഇതാണ് അടുത്തത്. ഇതും നല്ലൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ വാങ്ങിയത് മീഷോന്നാണ്. ഇത് എനിക്ക് തോന്നുന്നു 100 rupees ആ റേഞ്ചിലാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ വീണ്ടും പേളിൽ തന്നെ വരുന്നതാണ് ഒരു ഹെയർ ടൈ. ഇത് അങ്ങനെ സെലിബ്രിറ്റി ഇൻസ്പയർഡ് ഒന്നും അല്ല, പക്ഷെ കൊറിയൻ ഹെയർ സ്റ്റൈൽസിലൊക്കെ ഞാൻ കൂടുതലും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറി ആണ് ഇത്. ഹെയർ ടൈസ്, പേളിന്റെ ഹെയർ ടൈ അല്ലെങ്കിൽ പേളിന്റെ ഹെയർ ക്ലിപ്സ്, ഇങ്ങനത്തെ ഹെയർ ക്ലിപ്സ്, പിന്നെ ഹെയർ പിന്ന്, അങ്ങനെ അതൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് ഞാൻ കൊറിയൻ ഇതിൽ കാണുന്ന ഇതാണ്. ഇത് പേളാണ്, പക്ഷെ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഇമേജ് ഞാൻ എന്തായാലും അറ്റാച്ച് ചെയ്യാം വീണ്ടും. പിന്നെ ഉള്ളതാണ്, പിന്നെ ഒരു കമ്മലും കൂടി എൻ്റെ അടുത്തുണ്ട്. ഈ ടൈപ്പ് ഓഫ് കമ്മൽ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു വാങ്ങിച്ചിട്ട് 1 വർഷത്തോളം ആയി. പക്ഷെ ഇതിന്റെ കളറൊക്കെ പോയി ഓൾറെഡി. ഇത് നല്ലൊരു സ്റ്റോൺ ഇയറിംഗ് ആണ്. ഇത് കാണുമ്പോഴേക്കും ചെറിയൊരു ഡയമണ്ട് പോലെയൊക്കെ തോന്നും. പക്ഷെ ആദ്യം മേടിച്ച സമയത്ത് നല്ല ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ കളറൊക്കെ പോയി ആകെ ഒരു മാതിരിയായി. അപ്പൊ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ മേ ബി കളറൊന്നും ലാസ്റ്റ് ചെയ്യില്ല. കുറച്ച് നാളത്തേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കണ്ട, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ അടുത്തത് വന്നിട്ട് വീണ്ടും ഒരു പേളിന്റെ ഒരു ജ്വല്ലറി തന്നെയാണ് എൻ്റെ ഉള്ളത്. ഇത് ഇങ്ങനത്തെ മോഡൽസ് ഞാൻ കുറെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ഇടൂലെ, ഒരു തിന്നായിട്ടുള്ള മാല, പിന്നെ ഒരു കട്ടിയുള്ള മാല, അങ്ങനെയൊക്കെ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്ത്യൻ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ഹോളിവുഡിലൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജ്വല്ലറിയാണ് ഇത്. ഇതും പേളിന്റെ ആണ്. ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ്, നെക്ലസ് ആണ്. ഇത് ഞാൻ വാങ്ങിയത് സെറിൻ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ്. ഇത് ശരിക്കും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചല്ല. ഇത് ഞാൻ ഒരു ചാമിന്റെ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ ഈ അടുത്ത് കണ്ടപ്പോഴേക്കും ഞാൻ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ചാം ബ്രേസ്ലെറ്റ്. ഇത് 7 ചക്ര ചാം ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ ഇതിൽ കുറെ ഇങ്ങനെ ഓരോരോ ഇതിന് വേണ്ടി, ഓരോരോ ചക്രാസിന് വേണ്ടിയിട്ട് ഓരോരോ ഇതാണ്, ഈവിലൈ അങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനമാണ്. അപ്പൊ അങ്ങനെ മേടിച്ചപ്പോഴേക്കും അതിന്റെ കൂടെ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഈ മാല. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇത് ഒറിജിനൽ ആയിട്ടുള്ള ജെം സ്റ്റോൺ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സർട്ടിഫിക്കേഷൻ ഒന്നും അവർ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആകെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് സർട്ടിഫൈഡ് ആണ്, ഒറിജിനൽ സ്റ്റോൺസ് ആണ്, അതിന് ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവർ തരുന്നുണ്ട്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴേക്കും ഇത് ഓരോരോ ജ്വല്ലറി സ്പെസിഫിക് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറൽ സ്റ്റോൺസും സിമിലർ അല്ല. എല്ലാത്തിന്റെ വെയിറ്റ് ഡിഫറെന്റ് ആയിരിക്കും, പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും, പക്ഷെ വെയിറ്റ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷനും ഡിഫറെന്റ് ആയിരിക്കണം അല്ലേ. ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഡയമണ്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ അതിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് അതിന്റെ സർട്ടിഫിക്കേഷൻ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും എമറോൾഡോ സഫയറോ അങ്ങനത്തെ ബേർത്ത് സ്റ്റോൺസ്, ജെം സ്റ്റോൺസ്, സെമി പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് എന്ത് മേടിച്ചാലും നമുക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടും. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് മെഷർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആയിരിക്കും. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ല, ഒരു കോമൺ സർട്ടിഫിക്കേഷൻ ആണ്. അതിൽ എനിക്ക് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഇത് ലൈഫ് ലോങ് മെയിൻ്റെനൻസ് ഫ്രീ ആണ്. പിന്നെ 22 ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റഡോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് തിരിച്ചു വെച്ചതാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈറ്റിൽ നിന്ന്, സെറിൻ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്ന് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർ റീഫണ്ട് തരില്ല. ആകെ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് നോട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവം ഇഷ്യൂ ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആ ഒരു പൈസ വെച്ചിട്ട് വേറെ എന്തെങ്കിലും സാധനം മേടിക്കാം. അപ്പോൾ എനിക്ക് വേറെ ഒന്നും അങ്ങനെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. ഒന്നാമത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്നും എനിക്ക് വേറെ ഒന്നും
കണ്ടില്ല. അപ്പം അതുകൊണ്ട് ഞാനത് ഇത് തന്നെ വെച്ചു. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് ഈ സ്റ്റോറിന്ന് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈവിലായി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ വേണമെങ്കിൽ മേടിക്കാം. കുറേ സ്റ്റോൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് നാച്ചുറൽ സ്റ്റോൺസ് ആണെന്നാണ് തോന്നണം. കാരണം ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാവുമല്ലോ നാച്ചുറൽ സ്റ്റോണിന്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറൽ സ്റ്റോൺ ആയിട്ടാണ് തോന്നണത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഇത് വേണം, ഓക്കെ ഇറ്റ്സ് വർത്ത് ഇൻവെസ്റ്റിംഗ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ജ്വല്ലറി ബോഹോ ജ്വല്ലറി ആണ്. ഇതാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് പറയേണ്ടിയിരുന്നത്. ബിക്കോസ് ബോഹോ ആണ് കൂടുതലും സെലിബ്രിറ്റീസ് വെയർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. എല്ലാം ഇപ്പോൾ ഇന്ത്യൻ ഔട്ട്ഫിറ്റ് ബ്ലാക്ക് കളറിൻ്റെ, എനിക്ക് തോന്നുന്നത് കലങ്ക് എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയുടെ പ്രൊമോഷൻ ആലിയ ഭട്ട് വന്നപ്പോഴും ഇങ്ങനത്തെ ഒരു ബോഹോ ആയിട്ടുള്ള ഒരു ജ്വല്ലറി ഇട്ടിട്ടാണ് വന്നത്. ആൻഡ് ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇങ്ങനത്തെ ബോഹോ ജ്വല്ലറീസും ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ജ്വല്ലറിയാണ് സെലിബ്രിറ്റീസിന്. അപ്പോൾ വൈറ്റ് കളറിൻ്റെ നല്ല കുർത്തിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ ജ്വല്ലറിയൊക്കെ പെയർ ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത് ഞാൻ വാങ്ങിയത് ഓൺലൈനിൽ നിന്നല്ല. ഇത് നമ്മുടെ ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോർ ഉണ്ട് എറണാകുളത്ത്. അവിടെ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെലിബ്രിറ്റി ഇൻസ്പയർഡ് ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷൻസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഏതെങ്കിലുമൊക്കെ ഇറ്റ് വാസ് നോട്ട് വർത്ത് ഇറ്റ് എന്ന് തോന്നിയെങ്കിൽ അതും കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മീ. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.